കൊല്ലം കുണ്ടറയിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്നു പരാതി. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സംഭവത്തിൽ കുണ്ടറ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. 13 വയസ്സുകാരനായ സുഹൃത്തിന്റെ മകനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് അയൽവാസിയായ സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16 രാത്രി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയതെന്ന് കുടുംബം പറയുന്നു. കസ്റ്റഡിക്കിടെ പോലീസ് സിയാദിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അതിനെ തുടർന്ന് സിയാദിന് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. നീ വേഗം വാ, എന്നെ ഇവർ ഇടിച്ചെന്ന് പറഞ്ഞു. പോലീസുകാർ എന്നെ ഇടിച്ച് എവിടെ വെച്ചാൽ ഇടിച്ചെന്നൊന്നും പറഞ്ഞില്ല. ഇടിച്ച് ഇനി എന്നെ ഇടിക്കുമെന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നീ വേഗം വരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു വരുവാ, പേടിക്കണ്ട വരുവാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന സാർ ഭയങ്കര ദേഷ്യമായിരുന്നു ഞങ്ങളടുത്ത്. എന്ത് ഞങ്ങൾ ചോദിച്ചു ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞ് വീട്ടിൽ കിടന്ന ആളെ വിളിച്ചുകൊണ്ട് പോയതല്ലേ കാര്യം അറിയണ്ടേ. അന്നേരം അങ്ങ് ഭയങ്കര ദേഷ്യം. പിന്നെ അവസാനം അമ്മ ദേഷിച്ച് ഇങ്ങനെ ഓരം കിടന്ന വയ്യാത്ത ആളെ പിടിച്ചുകൊണ്ട് പോയാലും അങ്ങനെ ദേഷ്യപ്പെടുത്തി അവർ പറഞ്ഞ് എന്തോ ഇത് കണക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, കൊച്ചിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് ജൂലൈ 17 പുലർച്ചെ സിയാദിനെ വിട്ടുകിട്ടുന്നതിനായി ഭാര്യയും മകളും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നുവെന്നും അപ്പോൾ തന്നെ മർദ്ദിച്ച വിവരം സിയാദ് പറഞ്ഞിരുന്നതായും കുടുംബം വ്യക്തമാക്കി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സിയാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റതായും കുടുംബം പറയുന്നു. നെഞ്ചിലെ അണുബാധയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സിയാദിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കൊല്ലം.